കുവൈറ്റിൽ ഫാമിലി വിസയുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും സിവിൽ ഐ ഡി ഇനി ഓൺലൈനായും അപേക്ഷിക്കാം. പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ഇപ്പോഴുള്ള പേപ്പർ സിവിൽ ഐ ഡി കവറുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും സമയം ലാഭിക്കുന്നതിനും കഴിയും. ഈ എൻവലപ്പ് എന്ന സംവിധാനം വഴി സിവിൽ ഐ ഡി ലഭിക്കുന്നതിന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാസ്പോർട്ടിലെ വിസ പേജ്, പാസ്പോർട്ടിന്റെ പകർപ്പ്, രക്തഗ്രൂപ്പ് നിർണയ സാക്ഷ്യപത്രം, രേഖകൾ എന്നിവ വെബ്സൈറ്റ് വഴി സമർപ്പിക്കണം. ഇന്ത്യക്കാർ പാസ്പോർട്ടിന്റെ അവസാന പേജും സമർപ്പിക്കണം. കുവൈറ്റിൽ കഴിഞ്ഞ 3 മാസമായി നടന്നുവരുന്ന സുരക്ഷാ പരിശോധനകളിൽ 47,000 പേർ അറസ്റ്റിലായതായി ആഭ്യന്തര സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ അലി അറിയിച്ചു. ഇതിൽ 6,000 പേരെ നാടുകടത്തി. പിടിക്കപ്പെട്ടവരിൽ 60% പേരെയും താമസരേഖകൾ ഉള്ളതിനാൽ വിട്ടയച്ചു. പല കേസുകളിലായി ഉൾപ്പെട്ട 30% പേരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. സുരക്ഷാ പരിശോധനകൾ കുറ്റകൃത്യങ്ങളുടെ എണ്ണം 24% കുറച്ചതായും അദ്ദേഹം പറഞ്ഞു. സാമ പുതിയ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കുന്നു. സൗദിയിലെ പൊതുയാത്രാ സംവിധാനം നിലവിൽ വരുന്നതോടെ ഹോട്ടലുകളിൽ നിന്നും മറ്റും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രത്യേക കാർഡ് സാമ പുറത്തിറക്കുന്നത്. ജിദ്ദയിൽ 7 പേരെ കയറ്റുന്ന വാഹനങ്ങൾ വാങ്ങുന്നതിന് വിദേശികൾക്ക് നിരോധനം. മിനി ബസുകൾ, വാനുകൾ എന്നിവ വിദേശികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകരുതെന്ന് സർക്കുലർ. ഇത്തരം വാഹനങ്ങൾ സ്വന്തം പേരിൽ വാങ്ങിച്ച ശേഷം സ്കൂൾ കുട്ടികളെയും മറ്റുള്ളവരെയും കൊണ്ടുപോവുകയും അനധികൃതമായി ടാക്സി സർവീസ് നടത്തുകയും ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നിരോധനം. 7 അതിൽ കൂടുതലും പേർക്കും സഞ്ചരിക്കാവുന്ന വാഹനങ്ങൾ വിദേശികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയോ അവരുടെ ഉടമസ്ഥാവകാശം മാറ്റിക്കൊടുക്കുകയോ ചെയ്യുന്നതിന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് നിരോധനമേർപ്പെടുത്തി. പല വിദേശികളും ഇത്തരം വാഹനങ്ങൾ സ്വന്തം പേരിൽ വാങ്ങിച്ച ശേഷം സ്കൂൾ കുട്ടികളെയും മറ്റുള്ളവരെയും കൊണ്ടുപോവുകയും അനധികൃതമായി ടാക്സി സർവീസ് നടത്തുകയും ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നിരോധനം. അതേസമയം കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വിദേശികൾക്ക് നിരോധന ബാധകമല്ല. എന്നാൽ തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം 5 പേരിൽ കൂടുതലായിരിക്കണം എന്ന വ്യവസ്ഥയുമുണ്ട്. നിയമം കർശനമാക്കിക്കൊണ്ട് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് സൗദിയിലെ ബന്ധപ്പെട്ട എല്ലാ ട്രാഫിക് മേധാവികൾക്കും വാഹന ഏജൻസികൾക്കും സർക്കുലർ അയച്ചിട്ടുണ്ട്. H1 ഹ്യുണ്ടായി, GMC, മിനി ബസുകൾ, വാനുകൾ എന്നിവ വിദേശികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകരുതെന്ന് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 7 പേർക്കും അതിൽ കൂടുതലും സഞ്ചരിക്കാവുന്ന വാഹനങ്ങൾ വിദേശികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യരുതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൗദി ട്രാഫിക് വകുപ്പിൽ നിന്നും സർക്കുലർ ലഭിച്ചതായി ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് വാഹന വിപണന വിഭാഗം സമിതി തലവൻ ഉവൈദ മുഹമ്മദ് അൽകീഷി പറഞ്ഞു. ഈ വാഹനങ്ങൾ ഉപയോഗിച്ച വിദേശികൾ അനധികൃത ടാക്സി സർവീസ് നടത്തുന്നതാണ് കാരണം. ട്രാഫിക് വിഭാഗത്തിന്റെ ഉത്തരവ് തങ്ങൾ നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിരോധനം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ള നിരവധി വിദേശികളെ ബാധിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ദമാം. സാമ പുതിയ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കുന്നു. സൗദിയിലെ പൊതുയാത്രാ സംവിധാനം നിലവിൽ വരുന്നതോടെ ഹോട്ടലുകളിൽ നിന്നും മറ്റും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രത്യേക കാർഡ് സാമ പുറത്തിറക്കുന്നത്. സൗദി മോണിറ്ററിംഗ് ഏജൻസി പുതിയ തരം ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കാൻ തീരുമാനിച്ചു. സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഈ ക്രെഡിറ്റ് കാർഡിന്റെ സേവനം അധീർ എന്ന പേരിലാണ് അറിയപ്പെടുക. മറ്റു ക്രെഡിറ്റ് കാർഡുകളെ പോലെ സ്ഥാപനങ്ങളിലുള്ള ക്യാഷറുടെ ഉപകരണങ്ങളിൽ കാർഡ് ഉരസേണ്ടി വരികയില്ല. എന്നാൽ 100 റിയാലിന് താഴെയുള്ള സാധനമേ വാങ്ങാവൂ എന്ന നിബന്ധനയുണ്ട്. അതേസമയം 225 റിയാലിൽ കൂടുതൽ വരുന്ന തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക രഹസ്യ നമ്പർ നൽകണം. സെപ്റ്റംബർ അവസാനത്തോടെയാവും ഇവ പുറത്തിറങ്ങുക. സൗദിയിലെ പൊതുയാത്രാ സംവിധാനം നിലവിൽ വരുന്നതോടെ ഹോട്ടലുകളിൽ നിന്നും മറ്റും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ കാർഡ് പുറത്തിറക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദമാം. ഇന്ത്യയിൽ ഏറെ പ്രചാരം നേടിയ ഫസ്റ്റ് ട്രാവലറിന്റെ ഖത്തറിലെ വിതരണം ഇബ്രാഹിം ജാസിം അൽഹെയിൽ ട്രേഡിംഗ് കമ്പനി ഏറ്റെടുത്തു. 26 സീറ്റുള്ള ഫസ്റ്റ് ട്രാവലറിൽ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കേരളത്തിലെ വിതരണക്കാരായ ജോഷ് മോട്ടോഴ്സിന്റെ ചെയർമാൻ ജോഷി ചെമ്പരത്തി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച സ്ഥല സൗകര്യവും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് വാഹനത്തിന്റെ പ്രത്യേകത. ചെയർമാൻ ഇബ്രാഹിം ജാസിം അൽഹെയിൽ, ഡയറക്ടർമാരായ സച്ചിൻ ജോഷി, വർഗീസ് തോമസ്, ABCB, ബിനീഷ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രവാസികളടക്കം 180 പേരിൽ നിന്നും പണം വാങ്ങി ഫ്ളാറ്റുകൾ നൽകാതെ കേരളത്തിലെ പ്രമുഖ ബിൽഡർ കബളിപ്പിക്കുന്നതായി അപ്പാർട്ട്മെന്റുകൾ ബുക്ക് ചെയ്തവർ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. എസ്പെറൻസ ഓഫ് മേത്തർ പ്രോജക്ട് എന്ന പേരിൽ കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഫ്ളാറ്റിനു വേണ്ടി ലക്ഷങ്ങൾ വാങ്ങിയാണ് ചെയർമാനായ KMI മേത്തർ ഫ്ളാറ്റുകൾ നൽകാത്തതെന്നും ഇവർ പറഞ്ഞു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്.
30 മാസം കൊണ്ട് നൽകേണ്ട ഫ്ളാറ്റുകൾ 6 വർഷം കഴിഞ്ഞിട്ടും നിക്ഷേപകർക്ക് നൽകുന്നില്ലെന്ന ആക്ഷേപവുമായാണ് 40ഓളം പേർ ദുബായിൽ ഒത്തുചേർന്നത്. പണം വാങ്ങി ഫ്ളാറ്റുകൾ നൽകാതെ കേരളത്തിലെ പ്രമുഖ ബിൽഡർ കബളിപ്പിക്കുന്നതായി അപ്പാർട്ട്മെന്റുകൾ ബുക്ക് ചെയ്തവർ പറഞ്ഞു. ഫ്ളാറ്റ് കിട്ടാതെ കബളിപ്പിക്കപ്പെട്ടവരിൽ കൂടുതലും മലയാളികളാണ്. 2007 പദ്ധതി ആരംഭിച്ച് 2010 ഉടമകൾക്ക് ഫ്ളാറ്റ് നൽകുമെന്ന് കരാർ നൽകിയായിരുന്നു നിക്ഷേപകരിൽ നിന്നും 22 മുതൽ 24 ലക്ഷം രൂപ വരെ സമാഹരിച്ചത്. എന്നാൽ പണം നൽകിയിട്ടും ഇതുവരെ ഇവർക്ക് ഫ്ളാറ്റുകൾ ലഭിച്ചില്ല. ബിൽഡർക്കെതിരെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലും ഡെവലപ്പർമാരുടെയും ബിൽഡർമാരുടെയും വേദിയായ ക്രഡായിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുമെന്നും ഇവിടെ 2 ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്ത AK അബ്ദുൽ ഖാദർ പനക്കാട്ട് പറഞ്ഞു. GCC രാജ്യങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഈ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചത്. UAEയിൽ നിന്ന് മാത്രം 60 പേരുണ്ട്. ബിൽഡർക്കെതിരെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും കേരള പ്രവാസികാര്യ മന്ത്രിക്കും പരാതി നൽകുമെന്നും ഇവർ അറിയിച്ചു. ലത ജോർജ്, ജോബ് വർഗീസ്, ശ്രീകുമാർ ശങ്കരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഖത്തറിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം ഉറപ്പുവരുത്താൻ ഇന്ത്യ ഗവൺമെന്റ് മുൻകൈയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കമ്മ്യൂണിറ്റി സ്കൂൾ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വിദ്യാഭ്യാസ പ്രവർത്തകർ പറയുന്നു. ഖത്തറിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രവേശനം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ കമ്മ്യൂണിറ്റി സ്കൂൾ സ്ഥാപിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മുൻകൈയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിദ്യാലയങ്ങളുടെ സൗകര്യങ്ങൾ സംബന്ധിച്ചും വിദ്യാർത്ഥി പ്രവേശനവുമായി ബന്ധപ്പെട്ടും സുപ്രീം വിദ്യാഭ്യാസ കൗൺസിൽ ശക്തമായ നിലപാടെടുത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഒരു ക്ലാസ്സിൽ 25 വിദ്യാർത്ഥികൾ മാത്രമേ പാടുള്ളൂ എന്ന നിയമം കർശനമാക്കിയതോടെ സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കാതെ നിരവധി വിദ്യാർത്ഥികളാണ് വിഷമവൃത്തത്തിലായത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന ആശയം പ്രാവർത്തികമാക്കണമെന്ന് ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച സെമിനാറിൽ പൊതു അഭിപ്രായമുയർന്നു. ഖത്തറിലെ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത സെമിനാർ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു. ഖത്തറിൽ 14 ഇന്ത്യൻ സ്കൂളുകളിലായി 40,000-ഓളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. പ്രവേശനം ഉറപ്പുവരുത്താനും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും നൽകാനും കമ്മ്യൂണിറ്റി സ്കൂൾ അത്യാവശ്യമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തി പ്രശ്നപരിഹാരമുണ്ടാക്കാൻ എംബസിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ICC പ്രസിഡന്റ് ഗിരീഷ് കുമാർ, IBPN പ്രസിഡന്റ് KM വർഗീസ്, ഡോക്ടർ മോഹൻ തോമസ്, KC അബ്ദുൽ ലത്തീഫ്, ജോപ്പച്ചൻ തെക്കേക്കൂറ്റ്, PN ബാബുരാജൻ, സലീം പൊന്നമ്പത്ത്, അമാനുള്ള വടക്കാങ്ങര തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ ജോസഫ് വർഗീസ് വിഷയാവതരണം നടത്തി. IMF പ്രസിഡന്റ് ജിബി മാത്യു സ്വാഗതവും ജനറൽ സെക്രട്ടറി OP ഷനവാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഖത്തർ. ലോക വൃക്ക ദിനാചരണത്തിന്റെ ഭാഗമായി കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടുകൂടി അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ സ്ക്രീനിംഗ് ക്യാമ്പിൽ 1500-ലേറെ പേർ പങ്കെടുത്തു. ഇന്ത്യൻ അംബാസഡർ സുനിൽ ജെയിൻ ഉദ്ഘാടനം ചെയ്തു. KKMA പ്രസിഡന്റ് ഇബ്രാഹിം കുന്നിൽ അധ്യക്ഷത വഹിച്ചു. കുവൈറ്റ് നാഷണൽ ഗാർഡ് മെഡിക്കൽ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് കേണൽ സാദ് ആദിൽ, ADF പ്രസിഡന്റ് ഡോക്ടർ വിനോദ് ഗ്രോവർ, അഫ്സൽ ഖാൻ, ഡോക്ടർ ഫൈസൽ അൽ റിഫായി, ഡോക്ടർ ജിതേന്ദ്ര എന്നിവർ ആശംസകൾ നേർന്നു. തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഉയർന്നതോടെ മത്സരരംഗത്ത് ഒരു കൈ നോക്കാനായി പ്രവാസികളും അരയും തലയും മുറുക്കി രംഗത്ത്. ഖത്തറിൽ വ്യവസായിയായ ഫെബി ചെറിയാനാണ് ഇത്തവണ പ്രവാസ ലോകത്തു നിന്നും ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. ഖത്തറിൽ വ്യവസായിയായ തിരുവല്ല വെണ്ണിക്കുളം സ്വദേശി ഫെബി ചെറിയാനാണ് പ്രവാസ ലോകത്തു നിന്നും ഇത്തവണ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. തിരുവല്ലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്ന ചെറിയാൻ ഇതിനകം തന്നെ പ്രവാസ ലോകത്ത് പര്യടനം തുടങ്ങിക്കഴിഞ്ഞു. നോമിനേഷൻ നൽകുന്നതിന് മുമ്പ് തന്നെ ചെറിയാൻ ജി എന്ന പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. ഖത്തറിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ വിവിധ കൂട്ടായ്മകളുടെ ആശീർവാദത്തോടെയാണ് ചെറിയാൻ മത്സരരംഗത്തിറങ്ങുന്നത്. വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മകളായി ഇതിനകം ചർച്ചകൾ നടന്നു കഴിഞ്ഞതായും മികച്ച പിന്തുണയാണ് തനിക്കുള്ളതെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു. ഫ്രണ്ട്സ് ഓഫ് ദില്ല ദോഹ ചാപ്റ്ററിൻ്റെയും ബഹ്റിൻ ചാപ്റ്ററിൻ്റെയും ദുബായ് ഷാർജ ചാപ്റ്ററിൻ്റെയും കുവൈറ്റ് പ്രവാസി സംഘത്തിൻ്റെ എല്ലാ സപ്പോർട്ടോടുകൂടി ആണ് ഞാൻ നിൽക്കാൻ തീരുമാനിച്ചത്. നോമിനേഷൻ നൽകി കഴിഞ്ഞാൽ ഉടൻ വീട് കയറിയുള്ള പ്രചരണം ആരംഭിക്കാനാണ് ചെറിയാൻ്റെ തീരുമാനം. പ്രവാസികളുടെ പ്രതിനിധിയായാണ് താൻ മത്സരരംഗത്ത് വരുന്നതെന്നും ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള രണ്ടാമത്തെ ജില്ലയായ പത്തനംതിട്ട തന്നെ കൈവിടില്ലെന്നുമുള്ള വിശ്വാസത്തിലാണ് ഫെബി ചെറിയാൻ. ന്യൂസ് ബ്യൂറോ, ഖത്തർ. VS അച്യുതാനന്ദൻ മലമ്പുഴയിലും പിണറായി വിജയൻ ധർമ്മടത്തും മത്സരിക്കണമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം. 3 ജില്ലാ സെക്രട്ടറിമാരും മത്സരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ച CPIM സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മലമ്പുഴയിലും പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ധർമ്മടത്തും മത്സരിക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്.
CPIM മത്സരിക്കുന്ന 75% സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമായി. നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും യോഗം ചേരും. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ബാക്കി മണ്ഡലങ്ങളുടെ കാര്യം യോഗം ചർച്ച ചെയ്യും. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ജില്ലാ കമ്മിറ്റി തീരുമാനം കൈക്കൊള്ളുക. 16-ന് വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നെല്ലിയാമ്പതിയിൽ കരുണ എസ്റ്റേറ്റിന് നികുതി അടയ്ക്കാൻ അനുമതി നൽകിയ സർക്കാർ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച KPCC അധ്യക്ഷൻ VM സുധീരൻ. കരമടയ്ക്കാൻ അനുമതി നൽകിയ ഉത്തരവ് പിൻവലിക്കണമെന്ന് സുധീരൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രി, വനം വകുപ്പ് മന്ത്രി എന്നിവർക്ക് കത്തയച്ചു. കരം സ്വീകരിക്കാനുള്ള തീരുമാനം 4000-ഓളം കേസുകളെ ബാധിക്കുമെന്നും ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടി. സർക്കാർ തീരുമാനം വിവാദമായ പശ്ചാത്തലത്തിൽ നാളെ ഉന്നതതല യോഗം ചേരാനിരിക്കെയാണ് സുധീരൻ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയത്. തർക്കത്തിലിരിക്കുന്ന കരുണ എസ്റ്റേറ്റിന് നികുതി അടയ്ക്കാൻ അനുമതി നൽകിയ സംഭവത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം. നികുതി സ്വീകരിക്കാനുള്ള റവന്യൂ വകുപ്പിന്റെ തീരുമാനം വിവാദമായ സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. നികുതി സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് നിയമ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും നാളത്തെ യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 3 ദിവസം മുൻപാണ് പോപ്സ് ഗ്രൂപ്പിന്റെ കൈവശമുള്ള 833 ഏക്കർ ഭൂമിക്ക് കരമടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. കരുണ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സർക്കാർ കേസ് നടത്തുന്നതിനിടെയാണ് കരം സ്വീകരിച്ചത്. പ്രസ്തുത ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കണമെന്ന് 2014-ൽ നിയോഗിച്ച പ്രത്യേക സമിതി കണ്ടെത്തിയിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പോപ്സ് ഗ്രൂപ്പ് അന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കരമടയ്ക്കാൻ അനുമതി നൽകിയതിലൂടെ ഭൂമി പോപ്സിന്റെ തന്നെയാണെന്ന വാദം അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റവന്യൂ വകുപ്പിന്റെ നിലപാടിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവും ഉയർത്തി. വൻകിട വ്യവസായികളെ സഹായിക്കാനാണ് സർക്കാർ ശ്രമമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. KPCC അധ്യക്ഷനും സർക്കാരിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും റവന്യൂ മന്ത്രിയും നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന്റെ കരം സ്വീകരിച്ച നടപടിയിൽ തെറ്റില്ലെന്ന നിയമ സെക്രട്ടറിയുടെ വാദം പൊളിയുന്നു. കരം സ്വീകരിച്ചത് 1961-ലെ കേരള ഭൂനികുതി നിയമത്തിന് വിരുദ്ധമായി. നാളത്തെ ഉന്നതാധികാര യോഗത്തിനു ശേഷം കരം സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനിച്ചേക്കും. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിലെ 836 ഏക്കർ ഭൂമിയിൽ നിന്നും കരം സ്വീകരിച്ചതിൽ തെറ്റില്ല എന്ന നിയമ സെക്രട്ടറിയുടെ വാദമാണ് പൊളിയുന്നത്. കരം സ്വീകരിക്കാൻ ഉത്തരവിട്ട സർക്കാർ നടപടി ചട്ടവിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. കരുണയിൽ നിന്നും കരം സ്വീകരിക്കാൻ നിയമവകുപ്പ് മുൻപോട്ട് വെച്ചത് 1966-ലെ കേരള രജിസ്ട്രി ചട്ടം 16 അനുസരിച്ചാണ്. എന്നാൽ ചട്ടം 16 പ്രകാരം 2 സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഭൂമി സംബന്ധമായ തർക്കത്തിൽ കരം സ്വീകരിച്ചാൽ ഇത് ഭൂമിയിൽ മേലുള്ള ഉടമസ്ഥാവകാശം ആകുന്നില്ല. ഇക്കാരണമാണ് കരം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമ സെക്രട്ടറി ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നെല്ലിയാമ്പതി തോട്ടം സർക്കാരിന്റേതാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്തുത ഭൂമി 1961-ലെ കേരള ഭൂനികുതി നിയമത്തിലെ സെക്ഷൻ 2(1) പ്രകാരമാണ്. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഭൂമിയിൽ കരം സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം. ഇത് മറച്ചുവെച്ചാണ് നെല്ലിയാമ്പതി തോട്ടത്തിന്റെ കരം സ്വീകരിക്കുന്നതിൽ നിയമലംഘനമില്ലെന്ന് നിയമ സെക്രട്ടറി പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് കരം ഒഴിവാക്കിയിട്ടുമുണ്ട്. സർക്കാരിന്റേതാണെന്ന് ഹൈക്കോടതിയിൽ റവന്യൂ വകുപ്പ് പറയുന്ന ഭൂമിക്ക് പിന്നെ എന്തിന് കരം സ്വീകരിച്ചുവെന്ന ചോദ്യത്തിന് നാളെ കൂടുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ യോഗത്തിൽ നിയമ സെക്രട്ടറിക്ക് മറുപടി പറയേണ്ടി വരും. ലെസ്ലി ജോൺ, ഇടുക്കി. അന്തരിച്ച നടൻ കലാഭവൻ മണിക്ക് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ചിരസ്മരണ എന്ന പേരിൽ ചാലക്കുടിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ മമ്മൂട്ടി, മോഹൻലാൽ, വിക്രം തുടങ്ങിയവർ മണിയുമായുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. ചാലക്കുടിയുടെ സ്വന്തം കലാഭവൻ മണിയെ അനുസ്മരിക്കാൻ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒത്തുചേർന്നു. നടൻ എന്നതിലുപരി മനുഷ്യസ്നേഹിയായിരുന്ന മണിക്ക് ബാഷ്പാഞ്ജലി അർപ്പിക്കാൻ സിനിമാ ലോകം ഒഴുകിയെത്തി. വിതുമ്പലോടെയാണ് നടൻ മമ്മൂട്ടി മണിയുമൊത്തുള്ള നിമിഷങ്ങൾ ഓർത്തെടുത്തത്. ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നതിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ചാലക്കുടിക്കാരെ ഇങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതുമല്ല. മണിയുടെ വിയോഗത്തിൽ ഉള്ള എൻ്റെ ദുഃഖം നിങ്ങളെ അറിയിക്കുവാനും നിങ്ങളുടെ ദുഃഖം അറിയുവാനുമാണ് ഞാൻ ഈ സായാഹ്നം ഇവിടെ എത്തിച്ചേർന്നത്. മറ്റെല്ലാവർക്കും എന്ന പോലെ കലാഭവൻ മണി തനിക്കും അടുത്ത സുഹൃത്തായിരുന്നുവെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു. എനിക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നഷ്ടമായത്
സത്യസന്ധനായ, നന്മയുള്ള, ധൈര്യമുള്ള ഒരു സ്നേഹിതനെയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് എല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമേ മണി എനിക്ക് നൽകിയിട്ടുള്ളൂ. തമിഴ് ചിത്രം ജെമിനിയിൽ ഒപ്പം അഭിനയിച്ച നിമിഷങ്ങളാണ് വിക്രം പങ്കുവച്ചത്. Speciality, and thank you Maniator for inspiring all of us. God bless you. Maniator family, സുഹൃത്തുക്കൾ എല്ലാവർക്കും എന്നോട് respect and wishes. Thank you for having me. ഇന്നസെന്റ്, സുരാജ് വെഞ്ഞാറമൂട്, ഹരിശ്രീ അശോകൻ, സംവിധായകരായ കമൽ, സുന്ദർദാസ്, സിബി മലയിൽ, സിദ്ദിഖ്, IM വിജയൻ തുടങ്ങിയവർ ചടങ്ങിനെത്തി. കലാഭവൻ മണി പഠിച്ച ചാലക്കുടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിടത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകണമെന്ന് മണി സൗഹൃദവേദി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സഹിർ കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ അദീബ് അവാർഡിന് പ്രശസ്ത ഗായിക മഞ്ജരി അർഹയായി. ഉറുദു ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഇതിനകം ഗുൽസാർ, അലി സർദാർ ജാഫ്രി, ജാവേദ് അക്തർ, ഷർമിള ടാഗോർ തുടങ്ങിയ 60ഓളം പ്രതിഭകൾ ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. മാർച്ച് 19 ലുധിയാനയിൽ നടക്കുന്ന 44ാമത് ജേഷനി സഹീർ ഫെസ്റ്റിവലിൽ പുരസ്കാരം വിതരണം ചെയ്യും. സുവർണ ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. പ്രമുഖ സ്വിസ്, ജാപ്പനീസ്, മറ്റ് അന്താരാഷ്ട്ര വാച്ച് ബ്രാൻഡുകളുടെയും ഷോറൂമായ മലബാർ വാച്ചസിന്റെ ഉദ്ഘാടനം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് തലശ്ശേരിയിൽ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഹെഡുമാരായ അബ്ദുൾ ജലീൽ R, ഷാജി കക്കോടി, മലബാർ വാച്ചസ് ഡയറക്ടർമാരായ വിശ്വമോഹൻ, സിബിൻ അലി ഹസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളം, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 13 നഗരങ്ങളിലായി മലബാർ വാച്ചസ് ഷോറൂമുകളുണ്ട്. കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷനെതിരെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ. നിർഗുണനായ MLAയെ കൊച്ചിയിലെ ജനങ്ങൾക്ക് ഇനി ആവശ്യമില്ല എന്നാണ് പോസ്റ്ററിലെ ആവശ്യം. പോസ്റ്ററുകൾ ജനകീയ മുന്നണി കൊച്ചി എന്ന പേരിലാണ്. എന്നാൽ പോസ്റ്ററുകൾക്ക് കാരണം എ ഗ്രൂപ്പിനുള്ളിലെ പൊട്ടിത്തെറി. 6ാം തവണയാണ് ഡൊമിനിക് പ്രസന്റേഷൻ ജനവിധി തേടാൻ ഒരുങ്ങുന്നത്. 6ാം തവണയും മത്സരത്തിന് കച്ചമുറുക്കുന്ന ഡൊമിനിക് പ്രസന്റേഷന് സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇരുട്ടടി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്താണ് UDFന്റെ സ്വാധീന പ്രദേശങ്ങൾ പള്ളുരുത്തിയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും കൂട്ടിച്ചേർത്ത കൊച്ചി മണ്ഡലം രൂപീകരിക്കുന്നത്. കൊച്ചിയിലും എറണാകുളത്തും പഴയ പള്ളുരുത്തിയിലുമായി 5 തവണ ജയിച്ച് മന്ത്രി വരെയായ എ ഗ്രൂപ്പുകാരനായ ഡൊമിനിക് പ്രസന്റേഷൻ 6ാം തവണയും കൊച്ചിയെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങുന്നത് ലത്തീൻ സഭയുടെ എതിർപ്പിനെ വരെ മറികടന്നാണ്. എ ഗ്രൂപ്പിന്റെ കുത്തകയായ കൊച്ചി മണ്ഡലത്തിൽ ലത്തീൻ സഭയ്ക്ക് കാര്യമായ സ്വാധീനമുണ്ട്. ഡൊമിനിക് മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് കഴിഞ്ഞ തവണ സഭ സ്വീകരിച്ചിരുന്നു. എന്നാൽ 2011 ശേഷം മത്സരിക്കില്ല എന്ന് ഡൊമിനിക് സഭയ്ക്ക് ഉറപ്പും കൊടുത്തിരുന്നു. ആ ഉറപ്പെല്ലാം ഡൊമിനിക് പ്രസന്റേഷൻ കാറ്റിൽ പറത്തി 6ാം അംഗത്തിന് കച്ചമുറുക്കുമ്പോൾ എ ഗ്രൂപ്പുകാർ തന്നെ പോസ്റ്റർ യുദ്ധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നിർഗുണനായ MLAയെ കൊച്ചിയിലെ ജനങ്ങൾക്ക് ഇനി ആവശ്യമില്ല, MLA ചെയ്ത വികസനം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക തുടങ്ങിയവയാണ് പോസ്റ്ററിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. ജനകീയ മുന്നണി കൊച്ചി എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നതെങ്കിലും ഇതിനു പിന്നിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് പ്രവർത്തകരാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രിയങ്കരനും കൊച്ചി നഗരസഭയുടെ മുൻ മേയറും ഗ്രൂപ്പിൽ ഡൊമിനിക്കിനേക്കാളും സ്വീകാര്യനുമായ ടോണി ചെമ്മണിയെ മത്സരിപ്പിക്കണമെന്നാണ് എ ഗ്രൂപ്പിന്റെ പൊതുവായ ആവശ്യം. ലത്തീൻ സഭയുടെ പൂർണ്ണ പിന്തുണയും ടോണിക്കുണ്ട്. മാത്രമല്ല കൊച്ചിയിൽ സ്വാധീനമുള്ള നേതാവ് KV തോമസിനും ചെമ്മണിയോടാണ് താൽപര്യം. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസൻ കൊച്ചിയിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും AI ഗ്രൂപ്പുകൾ മുന്നോട്ട് വെക്കുന്നതും ടോണി ചെമ്മണിയുടെ പേരാണ്. എ ഗ്രൂപ്പിനുള്ളിലെ ഈ പൊട്ടിത്തെറിയാണ് തെരുവിലേക്കും പോസ്റ്റർ യുദ്ധത്തിലേക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. KC ജോസഫിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കൂർ ബ്ലാത്തൂർ റോഡ് ഉപരോധിച്ചു. KC ജോസഫിന്റെ കോലവും കത്തിച്ചു. KC ജോസഫ് മണ്ഡലം വിടണമെന്നാവശ്യപ്പെട്ട് മണ്ഡലത്തിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. ഇരിക്കൂറിൽ മന്ത്രി KC ജോസഫിനെതിരായ വികാരം ആളിക്കത്തുകയാണ് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർക്കിടയിൽ. 35 വർഷമായി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞെത്തുന്ന ഒരാളെ ഇനി ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തകർ KC ജോസഫിന്റെ കോലം കത്തിച്ചു. കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാണ്. INTUC ഓട്ടോ യൂണിയൻ പ്രസിഡന്റാണ്. 35 വർഷമായി അദ്ദേഹം ഈ നാട്ടിലെ MLA ആയിട്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒരു ഉപകാരം, ഒരു വികസനവും ഈ നാട്ടിലില്ല. നിങ്ങൾ വന്ന റോഡ് കണ്ടിട്ടുണ്ടാവും. ഈ റോഡ് 10-40 വർഷമായിട്ട് ഇതേ അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ അവഗണിക്കുന്നു? ഈ നാടിനെ എന്തിനാ അവഗണിക്കുന്നു? പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇതേപോലെ വീണ്ടും ഇടത്തിനെ കടിച്ചു നോക്കി നിൽക്കുന്നത്? ഇദ്ദേഹത്തിന് നാട്ടിൽ മത്സരിക്കാറോ? ഇത് ചെയ്യേണ്ടത് നമ്മുടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരാണ് ഇത് കാണേണ്ടത്. തീർച്ചയായും ഇദ്ദേഹത്തെ മാറ്റി ഒരു യുവത്വത്തെ ഇവിടെ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. മണ്ഡലത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകർ KC ജോസഫിന്റെ കോലം കത്തിച്ചത്. കഴിഞ്ഞ തവണ ഇനി താൻ മത്സരരംഗത്തില്ലെന്ന് പ്രഖ്യാപിച്ച KC ജോസഫ് ഇത്തവണ സതീശൻ പാച്ചേനി, സജി ജോസഫ് എന്നിവരുടെ പേരുകൾ ഉയർന്നുകേട്ട മണ്ഡലത്തിൽ ഇവരെ പിന്തള്ളി വീണ്ടും മത്സരിക്കാനിറങ്ങിയതാണ് പ്രവർത്തകരെ പ്രകോപിതരാക്കിയത്.
വികസന വിരോധി കെ.സി. ജോസഫ് ഗോ ബാക്ക്, യുവജന വഴിമുടക്കി കെ.സി. ജോസഫിന് ഇനി മണ്ഡലത്തിന് ആവശ്യമില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളടങ്ങിയ പോസ്റ്ററുകളും മണ്ഡലത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ വികസന മുരടിപ്പ്, യുവജന നേതാക്കളുടെ വഴിമുടക്കി, ഈ രണ്ട് പ്രശ്നങ്ങളും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും കെ.സി. ജോസഫിനെതിരെയുള്ള വികാരം ആളിക്കത്തിക്കുകയാണ്. ഇരിക്കൂറിൽ നിന്നും പി.വി. ജോഷില. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തലസ്ഥാനത്ത് കോൺഗ്രസിൽ നിന്ന് കൂട്ടരാജി. കോവളം, തിരുവല്ലം ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 100ഓളം പ്രവർത്തകരാണ് രാജിവെച്ചത്. മന്ത്രി വി.എസ്. ശിവകുമാറിന്റെയും ഡി.സി.സി പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയുടെയും നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജി. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് തിരുവനന്തപുരത്ത് 100ഓളം കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടത്. ഡി.സി.സി അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളയുടെയും മന്ത്രി വി.എസ്. ശിവകുമാറിന്റെയും അനുയായികളെ മാത്രമാണ് പുനഃസംഘടനയിൽ ഡി.സി.സി സെക്രട്ടറിമാരാക്കിയതെന്ന് കൂട്ടരാജിക്ക് നേതൃത്വം നൽകിയ തിരുവല്ലം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും ഐ ഗ്രൂപ്പ് നേതാവുമായ കല്ലിയൂർ മുരളി ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ലാത്ത ആളുകളാണ് ഇന്നത്തെ പല ജില്ലാ സെക്രട്ടറിമാരും. ശ്രീ വി.എസ്. ശിവകുമാറിന് കരിമീൻ വാങ്ങിക്കൊടുക്കുന്നവനും അയാളുടെ മുഖം ദിവസവും പോയി മുഖം കാണിക്കുന്നവരും അയാളുടെ വാത്സല്യ പുത്രന്മാരായിട്ടുള്ള ചില ആളുകളെ ബന്ധുക്കളെ അവിഹിതമായി ജില്ലാ സെക്രട്ടറിമാരായി വെച്ചിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ തഴഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തിരുവല്ലം, കോവളം ബ്ലോക്ക് കമ്മിറ്റികളിലെയും കല്ലിയൂർ മണ്ഡലം കമ്മിറ്റിയിലെയും കർഷക കോൺഗ്രസിന്റെയും പ്രധാന ഭാരവാഹികളടക്കമുള്ള പ്രവർത്തകരാണ് കൂട്ടമായി രാജിവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെതിരെ പ്രവർത്തിക്കുമെന്ന് ഇവർ പറയുന്നു. തിരുവനന്തപുരത്ത് യു.ഡി.എഫ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നേരിടും. അതിന്റെ ഉത്തരവാദിത്വം ശിവകുമാറിനും ഡി.സി.സി പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയ്ക്കും തന്നെയായി. പാർട്ടി പുനഃസംഘടനയോടെ തന്നെ ജില്ലയിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയുള്ള പ്രവർത്തകരുടെ കൂട്ടരാജി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിപണിയിലുള്ള 350 മരുന്നുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. രോഗശമനത്തിനുള്ള ഫലസിദ്ധി കുറവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മരുന്നുകൾ നിരോധിച്ചത്. നിരോധിച്ചവയിൽ ഫെൻസഡൈൽ കോറസ് ഉൾപ്പെടെയുള്ള FDC മരുന്നുകളുമുണ്ട്. ചുമ, പ്രമേഹം, പനി, ന്യൂമോണിയ എന്നിവയ്ക്കുൾപ്പെടെ മാർക്കറ്റിൽ നിലവിലുള്ള 350 മരുന്നുകളാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ഫെൻസഡൈൽ കോറക്സ് ഉൾപ്പെടെ FDC മരുന്നുകൾ നിരോധന പട്ടികയിൽ വരും. രോഗശമനത്തിനുള്ള ഫലസിദ്ധി കുറവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. നിലവിൽ വിപണിയിലുള്ള മരുന്ന് സുരക്ഷ ഉറപ്പുവരുത്താനാണിതെന്നും അമിത അളവിലുള്ള ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ വിപണിയിലെ മരുന്ന് ലഭ്യത കുറച്ച് വില കൂട്ടാനാണ് സർക്കാർ ശ്രമമെന്ന് വിദഗ്ധർ ആരോപിച്ചു. അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ ഉത്തരവ് നിലവിൽ വന്നു. തിങ്കളാഴ്ച തന്നെ 350 മരുന്നുകളും നിരോധിച്ചതായുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനും സർക്കാർ പുറത്തിറക്കും. നിലവിൽ വിപണിയിലുള്ള മരുന്നുകൾ സർക്കാർ നിരോധിച്ചതോടെ മരുന്ന് കടക്കാരടക്കം വെട്ടിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി.